ഇപ്പോഴും പല ആളുകൾ ഫോറക്സ് ബ്രോക്കേഴ്സിനെ ആപ്പ് എന്നാണ് പറയുന്നത്. ശരിക്കും ആപ്പ് എന്നല്ല പറയേണ്ടത്, ഫോറക്സ് ബ്രോക്കർ എന്ന് തന്നെ പറയുക. അതുപോലെ തന്നെ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ത്യയിലെ കേസ് വെച്ചിട്ട് എല്ലാ ബ്രോക്കറും സെയിം ആണ്, 50-50 ചാൻസ് ആണുള്ളത്. അതായത് ഇപ്പോഴത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബ്രോക്കേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബ്രോക്കേഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കറന്റ് ഉള്ളതിൻ്റെയും പേയ്മെൻറ്റ് പ്രൊവൈഡേഴ്സും കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഒരു ബ്രോക്കർ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നോക്കുക. മെയിനായിട്ടും അതിൻ്റെ പ്രോപ്പർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്. സപ്പോർട്ട് ഇൻ ദ സെൻസ്, ഇപ്പോൾ നമ്മൾ വിഡ്രോൾ ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ അപ്പർ സൈഡിലൊരു ടീം ഉണ്ടോ, അതായത് ബ്രോക്കറിൻ്റെ സൈഡിലൊരു ടീം ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. പിന്നെ ഫെയർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണോ നടക്കുന്നതെന്ന് നോക്കുക. കാരണം മിക്ക ബ്രോക്കേഴ്സും ബി ബുക്കാണ്, നമുക്കറിയാവുന്ന കേസാണ്. എസ്പെഷ്യലി ഇൻ ഇന്ത്യ കൂടുതൽ ബ്രോക്കേഴ്സും വർക്ക് ചെയ്യുന്നത് ബി ബുക്കായിട്ടാണ്. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് സ്ലിപ്പേജ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ എത്രത്തോളം സ്പ്രെഡ് ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം കമ്മീഷൻ എടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ജനറലായിട്ട് 2-3 ബ്രോക്കേഴ്സിനെ കമ്പയർ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റൂ. അപ്പോഴും പറയാനുള്ളത് ബെറ്റർ എന്നൊരു ഓപ്ഷൻ ഇല്ല, തമ്മിൽ ഭേദം ഏതാണ് അത് എടുക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് കറൻ്റ്ലി ഉള്ളൂ.